പ്രതിപക്ഷ നേതാവിൻ്റെ സുഗ്രീവാജ്ഞ ലംഘിച്ചുകൊണ്ട് പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിൽ ഹാജരായി. കോൺഗ്രസ്സുകാരും ലീഗുകാരൊക്കെ സഹതാപത്തോടെ അദ്ദേഹത്തെ നോക്കി. മാർക്സിസ്റ്റുകാരും CPI-ക്കാരും പരിഹാസത്തോടുകൂടി പുള്ളിയെ കണ്ടപ്പോൾ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. രാഹുൽ പക്ഷേ ഇതൊന്നും കണ്ടില്ല, കേട്ടില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ജീവൻ മരണ പോരാട്ടം നടക്കുന്ന ദിവസമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണോ അതോ പുള്ളിയുടെ സ്വന്തം നേതാവ് ഷാഫി പറമ്പിലാണോ, രണ്ടുപേരുടെയും കൂടി മുതലാളിയായിരിക്കുന്ന KC വേണുഗോപാലാണോ കോൺഗ്രസ് പാർട്ടിയിൽ പരമാധികാരി എന്ന കാര്യം തീരുമാനിക്കപ്പെടേണ്ടുന്ന ദിവസമാണ് ഇന്നത്തേത്. അതുകൊണ്ട് രാഹുൽ KCയുടെ ഉത്തരവ് പാലിക്കാൻ തീരുമാനിച്ചു. KC വേണുഗോപാൽ പറഞ്ഞു, അനിയ നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ടതില്ല, എനിക്കെതിരെ ഇതിനേക്കാൾ വലിയ ആരോപണങ്ങൾ വന്നതാണ്. പക്ഷേ ഈ നാറ്റമൊക്കെ 2-3 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ ഇത് വലിയ സുഗന്ധമായിട്ട് നമുക്ക് തോന്നും, നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് തോന്നും. ഒരു സമയത്ത് ഈ വേണുഗോപാൽ ഡൽഹിയിലെ ഫ്ലാറ്റിൽ ഇതുപോലെ അടച്ചിരുന്നതാണ്, രാഹുൽ അടൂരെ വീട്ടിലിരിക്കുന്ന പോലെ. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ അതിജീവിതയുടെ പരാതി വന്ന സമയത്താണ്. അന്ന് ആരോപണ വിധേയനായി ഇദ്ദേഹം പുറത്തിറങ്ങാതിരുന്നതാണ്. ഫെനി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ വക്കീൽ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് പറയുമോ പറയില്ലയോ എന്നുള്ളതിലായിരുന്നു ആളുകൾക്ക് സംശയം. പിന്നീട് പുള്ളി വെളിച്ചപ്പെട്ട് വന്നപ്പോഴും SD കോളേജിൽ വോട്ട് ചോദിച്ച് ചെന്നപ്പോഴൊക്കെ ആളുകൾ ഈ അതിജീവിതയുടെ മുഖമുള്ള അത് മുഖം മൂടി വെച്ച് പെൺകുട്ടികൾ ഇദ്ദേഹത്തെ അവമാനിച്ചു എന്നുണ്ട് ചരിത്രം. പിന്നെ പുള്ളി അതിനെയൊക്കെ അതിജീവിച്ചു. ആ നിലയിലേക്ക് നമ്മുടെ രാഹുൽ എത്തിയിട്ടില്ല. പക്ഷേ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം എതിരാളികൾ ഒന്നല്ല, ഒരുപാട് പേരുണ്ട്. അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്ക് ഇപ്പോൾ അനുസരിച്ചാൽ ഇനി ഏത് കാലത്തും അനുസരിക്കേണ്ടി വരും എന്നുള്ള കാര്യം രാഹുലിനറിയാം. രാഹുലിനറിയില്ലെങ്കിലും ഷാഫിക്ക് അറിയാം, അത് വേണുഗോപാലിനും അറിയാം. രണ്ടുപേരും കൂടിയിട്ട് രാഹുലിനോട് പറഞ്ഞു, നീ നിശ്ചയമായിട്ടും നിയമസഭയിൽ പോകണം. പാലക്കാട്ടെ വോട്ടർമാരാണ് രാഹുലിനെ തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയച്ചിട്ടുള്ളത്. അപ്പോൾ പാലക്കാട് വോട്ടർമാരോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റേണ്ട കാര്യമുണ്ട്. കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ അവസാനമൊന്നുമല്ല. ഇനി മറ്റ് ഓപ്ഷൻസും ഉണ്ട്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയാൽ BJPയിൽ ചേരാം, BJPക്കാരെടുത്തില്ലെങ്കിൽ CPMൽ ചേരാം. ആ സമയത്ത് അവരിതൊക്കെ മറന്നുപോകും. പക്ഷേ MLA സ്ഥാനം വിട്ട് കളിച്ചാൽ പിന്നെ രാഷ്ട്രീയത്തിൽ യാതൊരു നിലനിൽപ്പും ഉണ്ടാകില്ല. ഏറ്റവും വലിയ ഉദാഹരണം PV അൻവർ തന്നെയാണ്. അൻവർ MLA സ്ഥാനം രാജിവെച്ച് നേരസ് തെളിയിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ എടുക്കാച്ചരക്കായിട്ട് മാറിയത്. കാരണം അതൊന്നും പറഞ്ഞു കൊടുക്കാൻ പുള്ളിക്ക് ആരും ഉണ്ടായിരുന്നില്ല. രാഹുലിന് പിന്നെ അങ്ങനെ ഒരു പേടി വേണ്ട. കാരണം എന്താ വെച്ചാൽ കാര്യങ്ങൾ അപ്പോഴപ്പോൾ പറഞ്ഞു കൊടുക്കാൻ ഷാഫിക്കുണ്ട്. പിന്നെ ഷാഫിക്കയ്ക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ വേണുവേട്ടനുണ്ട്. പിന്നെ വേണുവേട്ടൻ്റെ കയ്യിലാണ് സാക്ഷാൽ രാഹുൽ, അതായത് രാഹുൽജി ഇരിക്കുന്നത്. അപ്പോൾ ഏതായാലും സംഗതി വളരെ ഗംഭീരമായി രാഹുലിൻ്റെ മാസ് എൻട്രി എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ പറയുന്നത്. അദ്ദേഹം തലയിൽ മുണ്ടിടാതെ ശിരസ് ഉയർത്തിപ്പിടിച്ച് നിയമസഭയിൽ പ്രവേശിച്ചു. അവിടെ നടക്കുന്ന കാഴ്ചകളൊന്നും പുള്ളി കാണുന്നുണ്ടായിരുന്നില്ല. അവിടെ പറയപ്പെടുന്ന കാര്യങ്ങളും പുള്ളി കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ പോയിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു ചിട്ട് കിട്ടി. അതിലെന്ത് എഴുതിയതെന്നുള്ളത് രാഹുലിന് മാത്രമേ അറിയാവുള്ളൂ, അല്ലെങ്കിൽ എഴുതിയ ആൾക്ക് മാത്രമേ അറിയാവൂ. അവിടെ നിന്ന് രാഹുൽ ഉടനെ തന്നെ നിഷ്ക്രമിച്ചു. ശരീരത്തിന് പ്രത്യേകിച്ച് തകരാറൊന്നും സംഭവിക്കാതെ അദ്ദേഹം തിരിച്ചു പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നാളെയും മറ്റന്നാളും അദ്ദേഹം വന്നാലും വന്നില്ലെങ്കിലും വലിയ വ്യത്യാസമില്ല. കാരണം സഭയിൽ വരാനും സീറ്റിലിരിക്കാനുമുള്ള അർഹത അദ്ദേഹം തെളിയിച്ചു. സതീശന് മുമ്പ് തന്നെ കടലാസ് എഴുതി കൊടുത്തിട്ടുണ്ട്, ഇയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി ഞങ്ങളുടെ കൂടെ ഇരുത്തരുത്, വേണമെങ്കിൽ വേറെ ബ്ലോക്കായിട്ട് ഇരുത്തണം എന്ന്. അങ്ങനെ വേറെ ബ്ലോക്കായിട്ട് ഒറ്റമരത്തിൽ കുരങ്ങൻ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. ഒറ്റമരത്തിൽ കുരങ്ങൻ ഇരിക്കുന്ന പോലെ ഇരുന്ന് അല്പസമയം ഇരുന്ന് ഞാൻ MLA ആണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തി, വാർത്താമാധ്യമങ്ങളെ ബോധ്യപ്പെടുത്തി, സ്പീക്കറെ ബോധ്യപ്പെടുത്തി, മാർക്സിസ്റ്റ് അംഗങ്ങളെ ബോധ്യപ്പെടുത്തി, കോൺഗ്രസ്സുകാരെ ബോധ്യപ്പെടുത്തി, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ അമ്മയെ സഹോദരിമാരടക്കമുള്ള ആളുകളൊക്കെ ഞാനിപ്പോഴും MLA ആണ് അമ്മേ, അല്ലെങ്കിൽ ഇപ്പോഴും MLA ആണ് ചേച്ചി എന്ന് ബോധ്യപ്പെടുത്തി പുള്ളി അവിടെ നിന്ന് നിഷ്ക്രമിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ പുള്ളി മിക്കവാറും അടുത്ത ട്രെയിൻ കയറിയിട്ട് പാലക്കാട്ടേക്ക് പോകും. അവിടെ ചെന്ന് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ MLA ആണെന്ന് പറയും. അപ്പോൾ ആളുകൾ അദ്ദേഹത്തെ ഏത് രീതിയിൽ സ്വീകരിക്കും? കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിന് എന്ത് സംരക്ഷണം കൊടുക്കും? അല്ലെങ്കിൽ DCC ഓഫീസിൽ ചെന്നാൽ എന്തായിരിക്കും സ്വീകരണം? ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങുമ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. ഏതായാലും രാഹുൽ ഉടനെ തന്നെ പാലക്കാട്ടിൽ ചെല്ലണം. കാരണം ആളുകൾ ഒരുപാട് നാളായിട്ട് MLA കാണാതെ വിഷമിച്ചിരിക്കുകയാണ്. നമ്മുടെ MLA ഇപ്പോഴും ഉണ്ടോ? അദ്ദേഹം രാജിവെച്ചു, അദ്ദേഹം നിയമസഭയിൽ പോകുന്നുണ്ടോ? പാലക്കാട്ടുകാരെ ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ അവിടെ സമയാസമയത്ത് ഉന്നയിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്
ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ആകാംക്ഷ ഉണ്ടാവും, ഉത്കണ്ഠ ഉണ്ടാവും. ഇനി പുള്ളി MLA സ്ഥാനം രാജിവെച്ചാൽ ഒരു 5 കൊല്ലത്തിനിടയിൽ 3 ഉപതെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞത് കുറച്ച് കടുപ്പമാണ്. അപ്പോൾ തിരഞ്ഞെടുത്ത വോട്ടർമാരോട് ചെറിയൊരു പ്രതിബദ്ധത പുലർത്തണം. പാലക്കാട്ട് ഇനിയും പോകണം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തൊക്കെ സംഭവിക്കും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. എപ്പോഴായിരിക്കും ഉരുൾപൊട്ടുക, എപ്പോഴായിരിക്കും സുനാമി ഉണ്ടാവുക, എപ്പോഴായിരിക്കും ഡാം തുറന്നു വിട്ടിട്ടോ തുറന്നു വിടാതെയോ വെള്ളപ്പൊക്കം ഉണ്ടാവുക എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വളരെ അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഒരു കലാപരിപാടിയാണ്. ഏതായാലും രാഹുലിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അദ്ദേഹം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഒരു മാതൃകയായിട്ട് മാറട്ടെ. ഇദ്ദേഹത്തിന് നേർവഴി കാണിക്കുന്ന ഷാഫി പറമ്പിലും ഇവർ രണ്ടുപേരുടെയും ആ ഒരു മേലാവായി നിൽക്കുന്ന ഇവ കാര്യങ്ങളൊക്കെ കഴിവും പ്രാഗൽഭ്യവും തെളിയിച്ചിട്ടുള്ള KC വേണുഗോപാലിനും അഭിവാദ്യങ്ങൾ നേരുന്നു. നിങ്ങളെപ്പോലെയുള്ള ആളുകളുള്ളിടത്തോളം കാലം CPM-നും പിണറായി വിജയനും വേറെ സുഹൃത്തുക്കളെ അന്വേഷിക്കേണ്ടതില്ല, കോൺഗ്രസ്സിന് വേറെ ശത്രുക്കളെയും അന്വേഷിക്കേണ്ടതില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.